മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ ഒരു ചരിത്രം പിറന്നിരിക്കുകയാണ്. പ്രസിഡന്റ് ഉൾപ്പെടെ താക്കോൽ സ്ഥാനത്തുള്ള 4 പേരും സ്ത്രീകൾ. പ്രസിഡന്റായി ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും വൈസ് പ്രസിഡന്റായി ലക്ഷ്മി പ്രിയയും ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസനും തെരഞ്ഞെടുക്കപ്പെട്ടു. കൂട്ടത്തിൽ ശ്വേതാ മേനോനാണ് സന്തോഷിക്കാൻ ഏറെ വകയുള്ളത്. പലവിധ വെല്ലുവിളികൾ ഉൾപ്പെടെ നേരിട്ടാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത് എന്നതു മാത്രമല്ല, അതിന് കാരണം അനശ്വരം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായിട്ടായിരുന്നു ശ്വേതാ മേനോൻ സിനിമയിലെത്തിയത്. 34 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ഓഗസ്റ്റ് 15-നായിരുന്നു ശ്വേതയുടെ കന്നി ചിത്രം റിലീസായത്. ടി.എ. റസാഖിന്റെ തിരക്കഥയിൽ ജോമോനാണ് ചിത്രം സംവിധാനം ചെയ്തത്. മണിയൻ പിള്ള രാജുവായിരുന്നു നിർമ്മാണം. പിന്നീട് മലയാളത്തിൽ വെൽക്കം ടു കൊടൈക്കനാൽ, നക്ഷത്ര കൂടാരം, കൗശലം എന്നീ ചിത്രങ്ങളിലും അവർ വേഷമിട്ടു. പിന്നീട് ചെയ്തതിലേറെയും ബോളിവുഡ് ചിത്രങ്ങളായിരുന്നു. ഇതിനിടെ മോഡലിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അവർ 1994-ൽ ഫെമിന മിസ് ഇന്ത്യ ഏഷ്യ പസഫിക് പുരസ്കാരവും സ്വന്തമാക്കി. ഇതേ വർഷം മിസ് ഇന്ത്യ മത്സരത്തിൽ 3rd റണ്ണറപ്പുമായി. 30ഓളം ബോളിവുഡ് ചിത്രങ്ങളിലാണ് ശ്വേതാ മേനോൻ വേഷമിട്ടത്. ഇടക്കാലത്ത് 2001-ൽ കാക്കക്കുയിൽ, ദുബായ് എന്നീ ചിത്രങ്ങളിലെ നൃത്തരംഗങ്ങളിലും ശ്വേതയെത്തി. 2006-ൽ കീർത്തിചക്ര എന്ന ചിത്രത്തിലൂടെ വീണ്ടും മലയാളത്തിലെത്തി. പിന്നീട് തുടർച്ചയായി പ്രേക്ഷക നിരൂപക പ്രശംസ പിടിച്ചുപറ്റിയ വേഷങ്ങൾ. 2009-11 വർഷങ്ങളിൽ യഥാക്രമം പാലേരി മാണിക്യം, സോൾട്ട് ആൻഡ് പെപ്പർ എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും ശ്വേത കരസ്ഥമാക്കി. 2017-ൽ പുറത്തിറങ്ങിയ വില്ലൻ എന്ന മലയാള ചിത്രത്തിൽ രാശി ഖന്നയ്ക്ക് ശബ്ദം നൽകിയത് ശ്വേതയായിരുന്നു. പക്ഷേ മുംബൈ പ്രശസ്തി മാത്രമല്ല, ഒത്തിരി വേദനകളും ശ്വേതയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. 2004-ലായിരുന്നു ശ്വേതയുടെയും ബോബി ബോൺസ്ലെയുടെയും വിവാഹം. വീട്ടുകാരുടെ സമ്മതത്തോടെ ജാതക പൊരുത്തമൊക്കെ നോക്കി അവർ നടത്തിയ വിവാഹമായിരുന്നു അത്. ജാതകം ചേരാതെ വിവാഹം നടത്തിയാൽ അതൊരിക്കലും നന്നാവില്ല എന്നായിരുന്നു ശ്വേതയുടെ അമ്മയുടെ വിശ്വാസം. എന്നാൽ 3 വർഷം മാത്രമേ ആ ദാമ്പത്യത്തിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. 2007-ൽ വിവാഹമോചനം നേടി. ആ കാലത്ത് തൂങ്ങി മരിക്കാൻ ശ്രമിച്ച കഥ ശ്വേതാ മേനോൻ ഗൃഹലക്ഷ്മിയിൽ പ്രസിദ്ധീകരിച്ച ആത്മകഥയിൽ പറയുന്നുണ്ട്. ആ ഭാഗം ഇങ്ങനെയാണ്: പ്രശസ്ത TV താരവും മോഡലുമായ പ്രതീക്ഷ ബാനർജി ആത്മഹത്യ ചെയ്തു. ഏപ്രിൽ 1-ാം തീയതിയിലെ ആ വാർത്ത ആദ്യം കേട്ടപ്പോൾ വിചാരിച്ചത് ഫൂളാക്കാൻ വേണ്ടി ആരോ ചമച്ച കഥയായിരിക്കും എന്നാണ്. പിന്നെ മുംബൈയിലുള്ള സുഹൃത്തുക്കൾ അത് സത്യമാണെന്ന് സ്ഥിരീകരിച്ചു. ഒരു നിമിഷം എന്റെ മനസ്സിലൂടെ പല മുഖങ്ങൾ മിന്നിമറഞ്ഞു. മുൻ മിസ് ഇന്ത്യ യൂണിവേഴ്സ് നഫീസ ജോസഫ്, കാമസൂത്ര മോഡൽ വിവേക ബാബാജി, നടിയും മോഡലുമായ കുൽജീത് റാത്തേവ, നടിമാരായ ദിവ്യഭാരതി, സിൽക്ക് സ്മിത, ജിയ ഖാൻ, കുനാൽ സിംഗ്, ശിഖ ജോഷി. എല്ലാവരും പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് ആത്മഹത്യ ചെയ്തത്. മുംബൈയിലെ ജീവിതം എത്ര കണ്ട് ഈസിയായിരുന്നു, അതിലേറെ കുഴപ്പം പിടിച്ചതുമായിരുന്നു എനിക്ക്. ഞാൻ തന്നെ സൃഷ്ടിച്ച പ്രശ്നങ്ങളായിരുന്നു എല്ലാം. കരിയറിൽ നിന്ന് എന്റെ ശ്രദ്ധ പലപ്പോഴും വ്യതിചലിച്ചു. പ്രണയങ്ങൾക്ക് പിറകെ പാഞ്ഞ് ഞാൻ എന്റെ നല്ല സമയം തുലച്ചു. ബോബി ബോസ്ലെയെ കല്യാണം കഴിക്കുമ്പോൾ കരിയർ അല്ല, നല്ല കുടുംബജീവിതമാണ് പെൺകുട്ടികൾക്ക് വേണ്ടത് എന്ന വിശ്വാസിക്കാരിയായിരുന്നു ഞാൻ. ആ വിശ്വാസം തെറ്റാണെന്ന് പിന്നീട് ബോധ്യമായി. പക്ഷേ തൂങ്ങാൻ കെട്ടിയ കയർ പൊട്ടി ശ്വേതാ മേനോൻ രക്ഷപ്പെടുകയായിരുന്നു.